ISLന്റെ 10ാം സീസണിന്റെ രണ്ടാം പാദ മത്സരങ്ങൾ ആരംഭിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫെബ്രുവരി 2-ന് ഒഡീഷ FCയെ അവരുടെ തട്ടകത്തിൽ വെച്ച് നേരിടും. സൂപ്പർ കപ്പ് ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിന് മുന്നിൽ ഒഡീഷ FCക്ക് കാലിടറിയെങ്കിലും നിലവിൽ സെർജിയോ ലൊബേറയുടെ നേതൃത്വത്തിൽ ശക്തരായ ടീം തന്നെയാണ് ഒഡീഷ. ISLന്റെ ഒന്നാം ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സുമായുള്ള ഹോം മാച്ചിലാണ് ഒഡീഷ അവസാനമായി തോൽവി എറിഞ്ഞത്. 12 മത്സരങ്ങൾ കളിച്ച ഒഡീഷ 24 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ്. നിലവിൽ ISLലെ ശക്തമായ ഒരു ടീം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഒഡീഷ FCയെ. അങ്ങനെ നിൽക്കുമ്പോൾ പ്രതിസന്ധികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. പരുക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അവസാനമായി മുന്നേറ്റ താരം പെപ്രയും ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായി. മറ്റു പല താരങ്ങളും പരിക്കിന്റെ പിടിയിലാണ്. ഫിറ്റ്നസ് തെളിയിച്ച് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നതേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഇവാൻ യൂക്കോമനോവിച്ച് ഒഡീഷയ്ക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെ ആയിരിക്കുമെന്നത് ആരാധകരെല്ലാം കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടം നിലനിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം രാഹുൽ KPക്കും ഒഡീഷയ്ക്കെതിരെ കളിക്കാൻ സാധിക്കില്ല. കാരണം ISLന്റെ ഒന്നാം ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ രാഹുൽ KPക്ക് യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. ഇതോടുകൂടി ഈ സീസണിൽ 4 യെല്ലോ കാർഡുകൾ കൺസീവ് ചെയ്ത രാഹുൽ KP അടുത്ത മത്സരമായ ഒഡീഷ FCക്കെതിരെ പുറത്തിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെയും ചില മാറ്റങ്ങൾ ഇവാൻ യൂക്കോമനോവിച്ച് വരുത്തേണ്ടി വരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് രീതിയിലായിരിക്കും ഇവാൻ ബ്ലാസ്റ്റേഴ്സിനെ ഒഡീഷ FCക്കെതിരെയുള്ള മത്സരത്തിൽ ഇറക്കുന്നത് എന്ന്. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.